ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി സുധീഷിനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ അതിനായി ഒരു വക്കീലിനെ കാണുകയും കോടതിയിൽ ഹിയറിംഗിനായി പോവുകയുമാണ്. എങ്ങനെയെങ്കിലും നിധിയുടെ ഈ തീരുമാനം മാറ്റി തന്നെ ഇഷ്ടമാണെന്ന് നിധിയെ കൊണ്ട് പറയിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. എന്നാൽ നിധി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. സുധീഷ് ഹരീഷിന്റെ കടയിലേക്ക് വന്ന് ഹരീഷിനോടും നീതുവിനോടും ടിറ്റോയോടും ചന്തുവിനോടും എല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധി. കോള് കണ്ട് സന്തോഷത്തോടു കൂടി എന്റെ വൈഫാ വിളിക്കുന്നത് നിധി, സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. പുഞ്ചിരിച്ച് അവർ സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് നിധി എന്ന് വിളിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് ഇപ്പൊ എവിടെയാ, ജോലിയിലാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എനിക്ക് എന്ത് ജോലിയാ നിധി, ഞാൻ ചുമ്മാതെ ഹരീഷിന്റെ കടയിലേക്ക് വന്നതാ. നിധി പറയാ. അപ്പൊ നിധി പറയുകയാണ്, അമ്മ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. സംശയത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, ആരുടെ അമ്മ? എന്റെ അമ്മ എന്താ നിധി പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുകയാണ്, നിധിയുടെ അമ്മയോ? എന്താ അമ്മ ഫോൺ വിളിച്ചു പറഞ്ഞത്? അപ്പൊ നിധി പറയുകയാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റിലേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുക. എന്റെ കൂടെ സുധീഷ് ഒന്ന് വരാമോ? സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, വരാം നിധി, ഞാൻ നേരെ നിധിയുടെ ഓഫീസിലേക്ക് വരട്ടെ? അപ്പൊ നിധി പറയുകയാണ്, വേണ്ട, സുധീഷ് നേരെ റെസ്റ്റോറന്റിലേക്ക് വന്നാ മതി, ഞാൻ ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വരാം. അപ്പൊ സുധീഷ് ചോദിക്കണ, എന്തിനാ നിധി തനിച്ചു പോകുന്നത്? നിധിയുടെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റ് അല്ലേ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ളിൽ അവിടെ എത്തും, നമുക്ക് ഒരുമിച്ച് പോകാം. ഇത് കേട്ട് നിധി പറയുന്നു, ശരി, പെട്ടെന്ന് വരണേ. ശരി നിധി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ഹരീഷിന്റെയും നീതുവിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുകയാണ്, ശരി, ഞാൻ ഇറങ്ങട്ടെ, വൈഫ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക, ഞാൻ പോയിട്ട് വരാമേ, വാ എന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടു കൂടി അവിടെ വന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് നീതു പറയുകയാണ്, ഏട്ടത്തെ വിളിച്ച ഉടനെ എന്ത് സന്തോഷത്തോടു കൂടിയാ പോകുന്നേ നോക്കിയേ. ഇത് കേട്ട് ഹരീഷ് പുഞ്ചിരിക്കുമ്പോൾ നീതു പറയുകയാണ്, നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഹരീഷിനെ വിളിക്കുമ്പോഴും ഹരീഷിന് സന്തോഷമാകല്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, കല്യാണത്തിന് ശേഷമല്ല, നീ എന്നെ എപ്പോ വിളിച്ചാലും എനിക്ക് സന്തോഷമാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരീഷിനെ നോക്കുകയാണ് നീതു. തുടർന്ന് നിധിയും സുധീഷും ഓട്ടോയിൽ റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നിധി ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നിധി, അമ്മയെ കാണാനല്ലേ പോകുന്നത്, അതിന് ഇത്രയും ടെൻഷൻ ആകണോ? അപ്പൊ നിധി പറയുകയാണ്, പെട്ടെന്ന് എന്താ എന്നെ കാണാൻ വരുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല, സംസാരത്തിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി, അത് നിധിയുടെ അമ്മയല്ലേ, ദേഷ്യപ്പെട്ടാലും വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് അവരെ കാണാൻ ഇഷ്ടമല്ല. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നത്, നിധിയുടെ അമ്മയെ വിളിച്ചിരിക്കുന്നത്? നിധി ചോദിക്കുന്നു, നടന്നതെല്ലാം മറന്നോ സുധീഷ്, നമ്മളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തെല്ലാം പ്ലാൻ ചെയ്തു, എത്ര കഷ്ടപ്പെടുത്തി, സുധീഷിനെ കൊല്ലാൻ വരെ നോക്കിയില്ലേ, ഇപ്പൊ എന്തിനാ കാണുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അത് വിട്, ഇപ്പൊ എന്തിനാ വിളിച്ചതെന്ന് നമുക്ക് ചെന്ന് നോക്കാം, വാ നിധി. നിധി മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, വാ നിധി. അങ്ങനെ സുധീഷ് നിധിയെയും കൂട്ടി റെസ്റ്റോറന്റിനകത്തേക്ക് കയറുകയാണ്. അവിടെ നിധി വരുന്നതും കാത്തിരിക്കുകയാണ് സാന്ദ്രയും ഹേമയും. നിധിയെ കണ്ട് സന്തോഷത്തോടു കൂടി സാന്ദ്ര പറയുന്നു, നിധി വാ ഇങ്ങോട്ട്. ഇത് കേട്ട് നിധി അവരുടെ അരികിലേക്ക് വരാനായി തുടങ്ങുമ്പോൾ സുധീഷ് മടിച്ചു നിൽക്കുകയാണ്. തിരിഞ്ഞെന്ന് നിധി പറയുന്നു, സുധീഷേ വാ. ഹേമ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സാന്ദ്ര ചോദിക്കുന്നു, നിധി സുഖാണോ? അപ്പൊ നിധി പറയുകയാണ്, സുഖാണ് ഏട്ടത്തി, ഏട്ടത്തിക്ക് സുഖാണോ? അപ്പൊ സാന്ദ്ര പറയുകയാണ്, സുഖാണ് നിധി, ഇരിക്ക്. നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ സുധീഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി പറയുന്നു, ഇരിക്ക് സുധീഷ്. ഇത് കേട്ട് സുധീഷ് അവിടേക്ക് ഇരിക്കാനായി തുടങ്ങുമ്പോൾ ഹേമ പറയുകയാണ്, ദേ നോക്ക്, എനിക്ക് ഇവരോട് സംസാരിക്കാൻ ഒന്നുമില്ല, ഇവനോട് പുറത്ത് നിൽക്കാൻ പറ. ഇത് കേട്ട് സുധീഷ് നിധിയെ നോക്കുമ്പോൾ ഹേമ പറയുകയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത്, ഞാൻ പുറത്ത് നിൽക്കാൻ നിധി എന്ന് പറഞ്ഞ സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് അവിടെ നിൽക്ക്, സുധീഷ് എവിടെയും പോകണ്ട, ഇവിടെ ഇരിക്ക്. ഇത് കേട്ട് ഹേമ നിധിയെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി സാരമില്ല, ഞാൻ പുറത്ത് നിൽക്കാം. അപ്പൊ നിധി പറയുകയാണ്, ഇരിക്ക് സുധീഷ്, ഇരിക്കാനാ പറഞ്ഞത്, സാരമില്ല, ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞ സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് നിധി പറയുകയാണ്, ഇരിക്കാനല്ലേ പറഞ്ഞത്. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ അരികിലേക്ക് ഇരുത്തുകയാണ് നിധി. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് ഹേമ. സാന്ദ്ര ടെൻഷനോടുകൂടി എല്ലാവരെയും ശ്രദ്ധിക്കുന്നു. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധിയും ദേഷ്യത്തോടുകൂടി ഹേമയെ നോക്കുകയാണ്. അപ്പോൾ ഹേമ പറയുകയാണ്, ഇതാ സാന്ദ്രെ, ഇവളോട് സംസാരിക്കണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നത്, അഹങ്കാരി, എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് കരുതി വിട്ടുകളയേണ്ടതായിരുന്നു. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, അമ്മേ ദേഷ്യപ്പെടാതെ, ഒന്ന് ക്ഷമിക്ക്. നിധി ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത്, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്, ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാൽ എന്താ അർത്ഥം? അപ്പോൾ ഹേമ പറയുകയാണ്, കേട്ടില്ലേ സാന്ദ്രെ, എത്ര നാളുകൾക്ക് ശേഷം എന്നെ കാണുന്നത്, കുറച്ചെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടെന്ന് നോക്ക്, വന്ന ഉടനെ എന്താ കാര്യമെന്ന് പറ, എനിക്ക് ഉടനെ പോണെന്ന് പറഞ്ഞ് ധൃതി പിടിക്കുകയല്ലേ? അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് അമ്മയോട് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞു, അതൊക്കെ ഉണ്ടമ്മേ, പക്ഷേ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയമാ, ഞാൻ ഏതാണോ എന്റെ വീടായിട്ട് വിശ്വസിച്ചത് അതെന്റെ വീടല്ലല്ലോ, പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് മോഷണക്കുറ്റം ചുമത്തുന്നു, സുധീഷിനെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഭയമാ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഏതാ വിശ്വസിക്കേണ്ടത് ഏതാ വിശ്വസിക്കേണ്ടാത്തത് ഒന്നും അറിയില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിധി ഇപ്പൊ അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. അപ്പൊ ഹേമ പറയുകയാണ്, ഇവൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്നു, ഇവൾ എങ്ങനെ സംസാരിക്കുന്നെന്ന് കേട്ടില്ലേ സാന്ദ്രെ, ഇവിടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വന്നത്, ഇപ്പൊ ഇവനെ നമ്മൾ ചതിക്കാൻ വന്നതുപോലെയാണല്ലോ അവള് സംസാരിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഹേമയെ
എന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, ഏട്ടത്തി എന്താ കാര്യം? എന്താ ഇങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്നത്? സാന്ദ്ര ചോദിക്കുന്നു, നിധി നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നിധിയും. ഹേമ ദേഷ്യത്തോടു കൂടി അവരെ ശ്രദ്ധിക്കുന്നു. സാന്ദ്ര പറയുന്നു, പറയൂ നിധി, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഹേമ പറയുകയാണ്, ഞങ്ങൾ ഏർപ്പാടാക്കിയ കല്യാണം മുടക്കിയിട്ട് ഇവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചതല്ലേ? അതൊക്കെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇതിനായിരുന്നെങ്കിൽ നിനക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചാ പോരായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ നിനക്ക്. കല്യാണം കഴിഞ്ഞ് ഒരു 4-5 മാസം പോലും ആയില്ല, അതിനുള്ളിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു പോയി നിൽക്കുന്നു. ഞങ്ങളെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കില്ലേ നീ? നിന്റെ ഇഷ്ടത്തിന് നീ കല്യാണം കഴിച്ചു, ഇപ്പം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ നിന്റെ ഇഷ്ടത്തിന് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. പിന്നെ എന്തിനാടി നീ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞുവെന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, ഇപ്പൊ ഞങ്ങൾ ഇത് അറിഞ്ഞതാണോ പ്രശ്നം? നീ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. നിധി പതിയെ സുധീഷിനോട് ചോദിക്കുന്നു, സുധീഷ് ഇവരെങ്ങനെ ഇത് അറിഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെനിക്കും അറിയില്ല. ഇത് കേട്ട് നിധി സംശയത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇത് ഞാൻ ചെയ്ത പണിയാണെന്ന് മറന്നുപോയല്ലോ സുധീഷേ. അങ്ങനെ സുധീഷ് ഓർക്കുകയാണ്, നിധി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തപ്പോൾ അതെങ്ങനെ തടയണമെന്ന് അറിയാതെ നിന്നത്. ഞായറാഴ്ച കോർട്ടിലേക്ക് പോണം. ഇതെങ്ങനെ തടയണം? നിധിയുടെ വീട്ടിലേക്ക് വിളിച്ച് നിധി ഡിവോഴ്സ് ചോദിച്ച കാര്യം പറഞ്ഞാലോ? അവര് ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവള് കേൾക്കാൻ സാധ്യതയുണ്ടോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, എന്റെ നമ്പർ അവർക്ക് അറിയാലോ. ഞാനാണ് സംസാരിച്ചെന്ന് അവൾ അറിഞ്ഞാൽ എന്റെ കാര്യം തീർന്നു. അത് അവൾ അറിയാൻ പാടില്ല. എന്താ ചെയ്യുക? അങ്ങനെ പുറത്ത് നിൽക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു, എന്ത് ചെയ്യുക? അവൾ ഭാസ്കരൻ പറയുകയാണ്, കണ്ടാൽ അറിയില്ലേ, മദ്യക്കുപ്പിയൊക്കെ വിൽക്കാനായി എടുക്കുക. അപ്പൊ സുധീഷ് പറയുകയാണ്, നിങ്ങൾ പുറകിൽ നിന്ന് മദ്യപിക്കാറില്ലേ? അവിടെ ഒരു കുപ്പിയിൽ പാതിക്ക് മുകളിൽ മദ്യം ഉണ്ടല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, പാതിക്ക് മുകളിലോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കുപ്പികളെല്ലാം വിൽക്കാൻ കൊണ്ടുപോയില്ലായിരുന്നു. മദ്യം മേടിക്കാൻ കാശില്ല, അതാ ഈ കുപ്പികൾ വിൽക്കാമെന്ന് കരുതിയത്. അപ്പോൾ സുധീഷ് പറയുകയാണ്, സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോ. ഭാസ്കരൻ പറയുകയാണ്, ഇത്തരം നല്ല കാര്യങ്ങളൊന്നും നീ ചെയ്യാറില്ല, എന്നാലും ഒന്ന് നോക്കിയിട്ട് വരാം. ആ ശരി, ചെന്ന് നോക്കുന്ന സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. ചുറ്റും നോക്കിയിട്ട് സുധീഷ് ഭാസ്കരന്റെ ഫോൺ എടുത്ത് ഹേമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കാറിൽ യാത്ര ചെയ്യുന്ന ഹേമ സംശയത്തോടു കൂടി ആ നമ്പറിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ആരാണെന്ന് ചോദിക്കുകയാണ്. ശബ്ദം മാറ്റി സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ മിസ്സസ് ഹേമ രാജീവ് അല്ലേ? അതേന്ന് ഹേമ പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിങ്ങളുടെ മകൾ നിധി തിരുവനന്തപുരത്തല്ല ഇപ്പോൾ ഉള്ളത്. ഇത് കേട്ട് ഹേമ പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് ആദ്യം പറ. ഒന്ന് പതറി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ. ഹേമ ഹലോ എന്ന് പറയുമ്പോൾ ശബ്ദം മാറ്റി സുധീഷ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകൾ നിധിയുടെ ലോയറാണ് സംസാരിക്കുന്നത്. ഹേമ ചോദിക്കുന്നു, ലോയറോ? എന്താ കാര്യം? സ്വത്ത് എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞ് അവള് കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതല്ല മാഡം, നിങ്ങളുടെ മകൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോകുകയാ. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഹേമ ചോദിക്കുന്നു, ഡിവോഴ്സോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതെ മാഡം, നിങ്ങളുടെ മരുമകൻ സുധീഷ് ഇല്ലേ, അയാളും നിധിയും കൂടി ചേർന്നാണ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് കിട്ടിയ ഹേമ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവരെന്താ ഒന്നും പറയാത്തത്? അങ്ങനെ സുധീഷ് ഹലോ എന്ന് പറയുമ്പോൾ ഹേമ ചോദിക്കണം, ഇതിപ്പോ എന്തിനാ എന്നെ വിളിച്ച് പറയുന്നത്? ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, റിഹേഴ്സൽ ചെയ്യാതെ ഫോൺ ചെയ്തു. ചോദ്യങ്ങളുടെ മുകളിൽ ചോദ്യങ്ങളാണല്ലോ. ഹേമ ഹലോ എന്ന് പറയുമ്പോൾ ഒന്ന് പതിരി സുധീഷ് പറയുകയാണ്, നിധിയുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ അഡ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതാ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചത്. ഹേമ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അവൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതെ മാഡം, നാളെ കോർട്ടിലേക്ക് പോയി അപ്ലൈ ചെയ്യാൻ പോവുകയാ. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവര് കേൾക്കുന്നില്ല. നിങ്ങൾ നിധിയുടെ അമ്മയല്ലേ, ഒന്ന് സംസാരിച്ചു നോക്ക്. മറ്റു വക്കീലന്മാരെ പോലെ ഡിവോഴ്സ് ചോദിച്ചാലുടനെ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. അവരെ ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോന്ന് നോക്കും. ആ സുധീഷിനെയും നിധിയെയും കാണുമ്പോൾ നല്ല ജോഡിയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്ക്. ഇത് തന്നെയാണോ നിങ്ങളുടെ അഡ്രസ് എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ചു നോക്കിയത്. നിങ്ങൾ നിങ്ങളുടെ മകളോടൊന്ന് സംസാരിച്ചു നോക്ക്. തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ? ശരിയെന്ന് പറഞ്ഞ സുധീഷ് ഫോൺ കട്ട് ചെയ്ത് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ്. ഭാസ്കരൻ ഉറക്കെ പറയുന്നു, എടാ സുധീഷ്, ഇവിടെങ്ങും മദ്യക്കുപ്പി ഇല്ലല്ലോ. ഇത് കിട്ടി ഞെട്ടി ഭാസ്കരന്റെ ഫോൺ ബെഡിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് ഇതെല്ലാം ഓർക്കുമ്പോൾ നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഹേമ. നിധിയും ദേഷ്യത്തോടുകൂടി ഹേമയോട് സംസാരിക്കുന്നു. സാന്ദ്രയും അവരുടെ ഇടയിൽ കയറി സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധിയുടെ അമ്മ ഫോണിൽ വിളിച്ച് സംസാരിക്കുമെന്ന് വിചാരിച്ചു, ഇപ്പൊ നേരിൽ വന്ന് ചോദ്യങ്ങൾക്ക് മുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലോ. വീട് വിട്ടൊക്കെ പോയി തിരിച്ചു വന്ന് ഇപ്പോഴാ കയ്യിൽ പിടിച്ച് അരികിലിരുത്തുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയത്. വീണ്ടും എന്നെ വേണ്ടാന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറക്കി വിടുവോ? ഇവര് വക്കീല് വിളിച്ചെന്ന് പറഞ്ഞാൽ നിധി ഉടനെ വക്കീലിനെ വിളിച്ച് അന്വേഷിക്കൂ, പിന്നെ ഉടനെ എന്റെ നേരെ തന്നെ വരും. തുടർന്ന് ഹേമ പറയുകയാണ്, ധൃതി പിടിച്ച് ഒരു കല്യാണം, അതിനേക്കാളും ധൃതി പിടിച്ച് ഒരു ഡിവോഴ്സ്. എന്തിനായിരുന്നടി ഇതെല്ലാം? ശരി, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അടുത്തത് നീ എന്താ ചെയ്യാൻ പോകുന്നത്? വീട്ടിലേക്ക് മടങ്ങി വരുമോ? ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ എന്റെ മകളുടെ ഡിവോഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ നാണം കെട്ടി നിൽക്കണം അല്ലേ? പറയ്, ഇനി ഏതെല്ലാം രീതിയിലാ നീ ഞങ്ങളെ അപമാനിക്കാൻ പോകുന്നത്? നീ നല്ലൊരു പെൺകുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടി. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു പോയി. പക്ഷെ നീ എന്തൊക്കെയാടി ചെയ്തു കൂട്ടുന്നത്? നിനക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് ഒരു നല്ല കല്യാണാലോചന കൊണ്ടുവന്നു. ഒടുവിൽ ആ കല്യാണം
വേണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇവന്റെ കൂടെങ്കിലും നീ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസം പോലും ആയില്ല, അതിനുള്ളിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഇത് കേട്ട് സാന്ദ്ര പറയുകയാണ്, അമ്മ പറഞ്ഞപ്പോ ഞാനും ഞെട്ടിപ്പോയി. എന്താ നിധി ഇങ്ങനെ ചെയ്തത് ശരിയാണോ? ഹേമ ചോദിക്കുന്നു. സാന്ദ്രെ, ഇതിൽ കൂടുതൽ ഇവളോട് സംസാരിച്ചിട്ട് എന്താകാനാ? ഇവളുടെ ജീവിതം എന്തെങ്കിലും ചെയ്യട്ടെ. എന്നിവള് നമ്മുടെ വീട് വിട്ട് ഒളിച്ചോടി പോയോ അന്ന് മുതൽ ഇവളുടെ പേരിൽ നമ്മൾ അപമാനപ്പെട്ടത് മാത്രമാണ് മിച്ചം. ഇനി എന്തെല്ലാം ചെയ്ത് നമ്മളെ അപമാനിക്കുമെന്നറിയില്ല. വാ സാന്ദ്രെ, നമുക്ക് പോകാന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി നിധിയെയും സുധീഷിനെയും ഒന്ന് നോക്കിയിട്ട് ഹേമ അവിടെ നിന്ന് പോവുകയാണ്. നിധി, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി സാന്ദ്ര ഹേമയുടെ പിന്നാലെ പോകുന്നു. അമ്മ നിൽക്കെന്ന് പറഞ്ഞ് സാന്ദ്ര ഓടിപ്പോകുമ്പോൾ സമാധാനത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. അപ്പൊ നിധി പറയുകയാണ്, സത്യമായിട്ടും അവൻ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അപ്പൊ സുധീഷ് പറയുന്നു, ഞാനും ഇത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിധി ചോദിക്കുകയാണ്, സുധീഷ് ആരായിരിക്കും ഈ കാര്യം അവരോട് പറഞ്ഞത്? അറിയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, ഇവര് തക്കലയിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? അതിനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവൾ ആലോചിക്കുന്നുണ്ട്, കണ്ടുപിടിക്കുവോ? അപ്പൊ നിധി പറയുകയാണ്, നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളവര് പോലും അറിഞ്ഞത്. നമ്മൾ രണ്ടുപേരും പറയാതെ ഇവരെങ്ങനെയാ ഇതെല്ലാം അറിഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അതാ നിധി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും മനസ്സിലാക്കും, അതിനു മുമ്പേ എന്തെങ്കിലും പറയണമല്ലോ. അങ്ങനെ സുധീഷ് പറയുകയാണ്, ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. എങ്ങനെയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നമ്മള് ആധാർ കാർഡ് കൊടുക്കുമ്പോൾ തക്കലയിലെ വീട്ടിലെ അഡ്രസ് ആയിരുന്നല്ലോ ഉള്ളത്. അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഒരുപക്ഷെ നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതിന്റെ എന്തെങ്കിലും പേപ്പർ നിധിയുടെ വീട്ടിലേക്ക് പോയി കാണുമോ? ആരോ പറഞ്ഞതായിട്ടാണല്ലോ അവര് പറഞ്ഞതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, കോർട്ടിൽ നിന്നുള്ള പേപ്പർ ആയിരിക്കും പറഞ്ഞത്. നിധി ചോദിക്കുന്നു, അങ്ങനെയൊക്കെ പേപ്പർ പോകുമോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, പോകും നിധി, നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊരു പ്രൂഫ് വേണ്ടേ, അതിനായിട്ട് അയച്ചതാണെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട് നിധി പറയുകയാണ്, അങ്ങനെയാകാം, സുധീഷ് പറഞ്ഞതാ കറക്റ്റ്. ഡിവോഴ്സിന്റെ കാര്യം അവർ അങ്ങനെ തന്നെ ആയിരിക്കും അറിഞ്ഞത്. അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ നിധിയുടെ ആധാർ കാർഡിലെ അഡ്രസ് മാറ്റി നമ്മുടെ വീടിന്റെ അഡ്രസ് ആക്കിയത്. ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് കരുതി ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ അവര്. ഞാൻ ഡിവോഴ്സ് വാങ്ങിയാലെന്താ, ഒരുമിച്ച് ജീവിച്ചാലെന്താ, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതി വെറുതെ വിട്ടുകൂടെ അവർക്ക്? അവര് സ്നേഹം കൊണ്ട് വന്നതൊന്നും അല്ല സുധീഷേ. ഡിവോഴ്സ് ചെയ്താലും ആ ഭാഗത്തേക്ക് വരരുതെന്ന് പറയാൻ വേണ്ടി വന്നതാ. ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇപ്പൊ അവര് ഇങ്ങനെയൊക്കെ പറയും. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിധിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നിധി ചോദിക്കുകയാണ്, അവര് വിളിച്ചാൽ ഉടനെ ഞാൻ പോകുമോ? ഞാൻ പോകില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി, അവർക്ക് നിധി ഡിവോഴ്സ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാ ഇപ്പൊ ഇവിടെ വന്ന് മനസ്സ് മാറ്റാൻ ശ്രമിച്ചത്. അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും നിധി എന്റെ കൂടെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ നിധി പറയുകയാണ്, ഞാൻ ചിന്തിച്ചില്ലല്ലോ ആധാർ കാർഡിലുള്ള അഡ്രസ്സിലേക്കായിരിക്കും പേപ്പേഴ്സ് ഒക്കെ പോകുകയെന്ന്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അതോ കേൾക്കാത്ത രീതിയിൽ ഇരിക്കുകയാണോ? ഇവൾ ഇങ്ങനെ ആലോചിച്ചു കൂട്ടി ഇവള് കണ്ടുപിടിക്കുമെന്നാ തോന്നുന്നത്. ഞാനാണ് ഇതിന്റെ പിന്നിലെന്നറിഞ്ഞാൽ എന്റെ കാര്യം പോക്കാം. നിധി ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. സുധീഷ് നിധിയെ ശ്രദ്ധിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്